നമസ്കാരം വളരെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം നമ്മളൊരു വീട്ടിൽ നിന്നുള്ള ചെറിയൊരു വ്ലോഗ് തുടങ്ങാൻ പോകുന്നുണ്ട്. ഒന്നുമല്ല, 2-3 വർഷമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ആകാത്തൊരു ബൈക്ക് എനിക്കുണ്ട്. ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പം 4 വർഷം കൊണ്ടായി. അതിലാകെ 1-2 റൈഡ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഞങ്ങളുടെ ഗാരേജിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 3 years ആയിട്ട് ആ വണ്ടി അനങ്ങാതിരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ വെളിയിലിട്ട് ഇറക്കുകയാണ്. നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, എഞ്ചിൻ ഓയിൽ മാറ്റണം, ഒരു ചെറിയ റൈഡൊക്കെ പോകണം, എന്നിട്ട് നമ്മൾ കയറാം വണ്ടിക്ക്. അപ്പോൾ എന്തായാലും വണ്ടി പുറത്തോട്ടിറക്കാൻ പോവാണ്. അപ്പം വണ്ടി പുറത്തോട്ടിറക്കാൻ പോകുന്നത് നിങ്ങൾ തീൻമേശയിൽ തന്നെ തുടങ്ങാം. രാവിലെ തന്നെ തുടങ്ങണം. കാര്യം ഒരുപാട് പണി എന്തായാലും ഉണ്ട്. ഒരുപാട് പണി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആകത്തില്ലെന്ന് കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പം കിക്കറില്ല വണ്ടിക്ക്, അതുകൊണ്ട് നമുക്ക് കിക്ക് ചെയ്ത് സ്റ്റാർട്ട് ആക്കാൻ പറ്റില്ല. ജംപ് സ്റ്റാർട്ട് കൊടുത്ത് അടിച്ച് സ്റ്റാർട്ട് ആക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ അടുത്തെങ്കിലും ബൈക്കിൻ്റെ വർക്ക്ഷോപ്പ് എനിക്ക് അറിയത്തില്ല. സ്വന്തമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ബട്ട് സിമ്പിളാണ്. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന യമഹ V-Star ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് പണിയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേറെ ചെറിയ വീടുകളുണ്ട്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, അതിനുശേഷം നമ്മുടെ ട്രക്കിൻ്റെ ചെറിയ പണി. ആദ്യം ട്രക്ക്, എന്നിട്ട് വേണം ബൈക്ക്. അതാണ് എല്ലാ ദിവസവും ഇങ്ങനെ മാറി പോകുന്നത്. ബൈക്ക് നമുക്കൊരു സെക്കൻഡറി ആയിട്ട് മാത്രമാണ് ഇവിടെ. അതുകൊണ്ടാണ് മാറ്റി ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പം വെൽക്കം പറഞ്ഞല്ലോ. വെൽക്കം. എനിവേ ലെറ്റ്സ് ഗോ. ഇത് നിന്റെ വർക്ക്ഷോപ്പിൽ വരുമോ? ചുമ്മാ നമ്മൾ വീട്ടിൽ നിന്ന് നേരാണ്ട നമ്മുടെ ട്രക്കിൻ്റെ അടുത്ത് വന്നു. ട്രക്ക് നമുക്കിന്ന് ഇതിന് കൊണ്ടുപോകണം. അതായത് നമ്മുടെ ഇൻസ്പെക്ഷൻ തീർന്നിരിക്കുകയാണ്. ഇതുണ്ടോ, 2024 മാർച്ചിൽ തീർന്നതാണ്. ഏപ്രിൽ മെയ് ആയി. കുറച്ച് നാൾ നമ്മൾ ഈ ട്രെയിലർ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ സേഫ്റ്റി വീക്ക് വരുവാണ് ഈ ആഴ്ച. അപ്പോൾ അത് കാരണം നമ്മളിത് കൊണ്ടുപോയി സേഫ്റ്റി ഇൻസ്പെക്ഷൻ കൊടുക്കണം. സേഫ്റ്റി ഇൻസ്പെക്ഷൻ പണ്ടത്തനൊക്കെയല്ല, കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ നല്ല രീതിയിൽ ഒരു ഫുൾ ഇളക്കണം. അതായത് വീലൊക്കെ മൊത്തം ഇളക്കണം. മറ്റേ പണ്ടൊക്കെ ഉടായ്പൊക്കെ കാണിച്ച് സ്റ്റിക്കർ നമുക്ക് തരുമായിരുന്നു. ഇപ്പോൾ ഓരോ വീലും ഇളക്കി ബ്രേക്ക് എത്രയുണ്ടെന്ന് അളന്നൊക്കെ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. ഓൾറെഡി നമ്മുടെ ഒരു ഹബ്സിൽ ലീക്കാണ്. ഇന്നലെ ഇപ്പോൾ അത്യാവശ്യം പൈസ ഇറങ്ങും ഈ ട്രെയിലറിന്. ഇതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ട്രെയിലർ ചെയ്തായിരുന്നു, സ്ഥിരം യൂസ് ചെയ്യുന്ന ട്രെയിലർ. എന്നാലും ഇതിപ്പം അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അല്ലെങ്കിൽ നാളത്തേനുള്ളിൽ പരിപാടി തീരും. നാളെ രാവിലെ വന്ന് നമുക്ക് എടുക്കാം. നമ്മുടെ യാർഡിൽ നിന്ന് നമുക്ക് അധിക ദൂരമില്ല വർക്ക്ഷോപ്പിലേക്ക്, ഒരു 5 മിനിറ്റ് തൊട്ടടുത്ത് തന്നെ. അപ്പം ഞങ്ങളങ്ങനെ വർക്ക്ഷോപ്പിൽ ട്രെയിലർ ഡ്രോപ്പ് ചെയ്തിട്ട് ഇനി ഞങ്ങൾ എവിടെ പോകുന്ന രാജി മുഴിച്ചെടുക്കാൻ പോകുന്നു. മുഴിച്ച് എന്താണെന്ന് മുഴിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. മനസ്സിലാകാത്തവർക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ആക്ച്വലി ഇത് ഒറിജിനൽ മുഴിച്ചല്ല, കുറച്ച് നല്ലത് നമുക്ക് വേറെ കാശ് എടുത്ത് വാങ്ങിക്കേണ്ടി വരും. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന മുഴിച്ചാണ്. അപ്പം അതെ, ഓസിനേറ്റി ആസിഡും കുടിക്കുന്ന കേറില്ല. അപ്പൊ ദാനം കിട്ടിയ പശുവിന്റെ പൂട എണ്ണി നോക്കരുത്. എന്നിട്ട് ഞങ്ങൾ കുറച്ച്, അതായത് ഈ മരം മുറിച്ചിട്ട് പൊടി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അവിടെ കള വളരുന്നുണ്ട്. അപ്പൊ കള വളരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പുറത്ത് ഇത് ഇടണം. എന്നിട്ട് പിന്നെ നമുക്ക് ഭംഗിക്ക് വേണ്ടി അതിന്റെ പുറത്ത് വൃത്തിയുള്ള സാധനം വാങ്ങിയിടണം. നമുക്ക് പണി ചെയ്യാൻ ഒരു ഗ്ലൗസ് വേണം. ഒരു ഗ്ലൗസ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ കാനഡ ഡയറിയിൽ പോയി. $2 $3 എല്ലാം ഗ്ലൗസ് കിട്ടും. $10 ചെന്ന് $15 കൊടുത്ത് ഗ്ലൗസ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ 15 മിനിറ്റ് ആലോചിച്ചു. പക്ഷെ ബില്ല് അടിച്ചപ്പോൾ $48. ആവശ്യമില്ലാതെ കടയിൽ പോക്ക് ഇതോടുകൂടി നിർത്തണം, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകണം. ഒരിക്കലും ഭാര്യമാരെ കൊണ്ട് കടയിൽ പോയത്. ഇതാണ് കാഴ്ച ഞങ്ങൾ പറഞ്ഞ മുൾച്ചിന്റെ വേസ്റ്റ്. തടി അറുത്തിട്ടേക്കാണ്. ഇവിടെ അത് വലിയൊരു കൂമ്പാരം കണക്ക് ഉണ്ടായിരുന്ന ഇതിന്. ഞങ്ങൾ വെച്ചതിന് ആൾക്കാരുണ്ടാകത്തില്ലെന്ന് വെച്ചു. പക്ഷേ മൊത്തം പോയിട്ടോ. വലിയ മല മൊത്തം 2 ആഴ്ച കൊണ്ട് ആൾക്കാർ എടുത്തു കഴിഞ്ഞു. 2 വർഷമായിട്ട് നമ്മൾ ഇളക്കാത്ത നമ്മുടെ ബൈക്ക് ഒരു പൊടിയോ പൊന്നും അടിക്കാതെ നല്ല വൃത്തിയായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. നമ്മൾ ഉടനെ തന്നെ ഇത് സെയിൽ ഇടാൻ പോകും. നമ്മളിവിടെ ഈ പണി ചെയ്യുമ്പോൾ രാജിക്ക് നമ്മൾ വേറൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലോണിൽ നമ്മൾ എടുത്തോണ്ട് വന്ന മുഴിച്ചെല്ലാം ഇടാനായിട്ട്. പക്ഷെ തികയത്തില്ലെന്നാണ് അവൾ പറയുന്നത്. ഇനി 5-6 വട്ടം പോയി എടുക്കേണ്ടി വരും, എന്നാലേ ഇവിടത്തേനെങ്കിലും ആകത്തുള്ളൂ. ഇത് ഇത്രയും പോരാ. നിന്റെ ഇത് ചെയ്യുന്നറിയാം, ഇപ്പം ഉള്ള താനെ തട്ടിയിട്ട് എന്നിട്ട് ഈ സ്ഥലം ഉണ്ടല്ലോ ഇത് വൃത്തിയാക്കുക. ഈ കല്ലെല്ലാം പുറക്കി ഒതുക്കി വൃത്തിയാക്കിയിട്ട് അവിടെ കറുപ്പ് തുണി അടിക്ക്. നോയോ തട്ടിയിടാൻ കൊണ്ട് എന്താണ് പണിയെടുക്ക്. ഹരിയാണെങ്കിൽ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. പൊക്കങ്ങട്ടെ എന്താണ് നീ ഒരു സ്ട്രോങ് വുമണല്ലേ. അടുത്തടുത്തുണ്ടോ?
You can only do this. ബാക്ക് ടു നമ്മുടെ പണി. നമുക്ക് അതിൻ്റെ ബാറ്ററി ബോക്സ് ഇറക്കിയിട്ട് ബാറ്ററി ചാർജ് ചെയ്യാം. അല്ല രാജ്മോൾ എന്താ പണി തീർന്നോ? എന്താ പറ്റി? ബിയർ വരട്ടെന്നാ. ഇനി ഇത് കഴിഞ്ഞ് കാർ രണ്ടും കഴുകാണ്ട്. ഇതാണ് ഇതിന് വെളി ബാക്ക് സൈഡിലെ പണിയുണ്ട്. പണിയെന്നും പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് സെറ്റാണല്ലോ. എന്താ അവിടെ എന്താ സെറ്റാക്കിയോ? തികഞ്ഞില്ലേ? സോ ബാഡ് ബേബി. ശരിമാതിരി അലമ്പ്. നമുക്ക് വിറക് കൂട്ടിയിട്ടാണ് കിടപ്പുണ്ടല്ലോ. വൃത്തിയാക്കണം. ഇത്രയും വേണ്ട. നമുക്കെന്നാൽ കട്ട വെക്കാം. കട്ട വെക്കാതെ നമുക്കൊരു വൃത്തി ഉണ്ടാവും അല്ലേ? കട്ട വെച്ചാൽ അടുക്കാം ആദ്യം. അപ്പം നീ കട്ട നോക്കി. ഇന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടും നോക്ക്. ഈ സൈഡ് വൃത്തിയാക്കി വരും. ഈ സൈഡ് മൊത്തം പോച്ച വെച്ചണം. ഈ കല്ല് മൊത്തം മാറണം. എന്നിട്ട് കട്ട ഇവിടം വരെ വരണം. എന്നിട്ട് ബാക്കിയുള്ള കല്ലെല്ലാം അങ്ങോട്ട് ബംഗാളിൽ നിന്ന് വിളിക്കുന്നൊന്നുമില്ല. ബംഗാളി നീ തന്നെ. ഈ കല്ലെല്ലാം ഇതിനകത്ത് തന്നെ പോകണം. നമുക്ക് ഒരു ലൈനിൽ കട്ട അടിക്കുമ്പോൾ ആ ഒരു താഴത്തെ ലെവലിൽ അത്രയും നമുക്ക് മുഴിച്ച് പോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഈ ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബാറ്ററി പവർ കുറവാണ്. 12.6 ഉള്ളൂ. നമ്മൾ വണ്ടി എന്തായാലും സ്റ്റാർട്ടായി കുറച്ച് നേരം 10 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ടാക്കാൻ നോക്കിയപ്പോൾ സ്റ്റാർട്ടാകുന്നില്ല. ബിക്കോസ് ദാറ്റ് മീൻസ് ബാറ്ററി പവർ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ റണ്ണിങ്ങിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ പോയി നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് വരുമ്പോഴത്തേന് നമ്മുടെ വണ്ടി ചിലപ്പം പവറായി നിൽക്കും. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു റൈഡ് പോകാം ബിഫോർ ഓയിൽ ചേഞ്ച്. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറേ നേരം റൺ ചെയ്തിട്ടിരുന്നിട്ടും ബാറ്ററി ചാർജ് ആവുന്നില്ല. ദാറ്റ് മീൻസ് ബാറ്ററി പോയതാണ്. വേറെ ബാറ്ററി മാറ്റി വെക്കണം. അതല്ലെങ്കിൽ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് വേറൊരു സാധനം ഉണ്ട്. നമ്മുടെ വേറെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് വന്നിട്ട് ചാർജ് ചെയ്തിട്ടേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വണ്ടി കണ്ട ചെറുതായിട്ട് അടവച്ച് പൊക്കി. ഇപ്പോൾ നമ്മുടെ സാധനം കറക്റ്റായിട്ട് ഫിറ്റ് ആവുകയും ചെയ്തു. ഇനി അടുത്തത് ഞങ്ങൾ ഓയിൽ ട്രെയിൻ ചെയ്യാൻ പോവാണ്. അല്ലേ ജില്ലു? എൻ്റെ ഹെൽപ്പറാണ്. സേ ഹായ്. ഹായ്. അപ്പോൾ അപ്പച്ചി ഓയിൽ മാറട്ടെ. മാറി നിൽക്കുമോ? നമ്മുടെ ഓയിൽ ചേഞ്ച് ഗൈസ് നടന്നില്ല. ഫ്ലോപ്പായി. അപ്പോൾ അതൊന്നുമല്ല, എക്സാക്ട്ലി അത് അഴിക്കാനുള്ള 17ൻ്റെ സ്പാൻഡർ വേണം. 15ഉം 16ഉം 13ഉം 12ഉം എല്ലാം ഉണ്ട്. പക്ഷേ 17 മാത്രമില്ല. റഞ്ച് ഇതണക്കത്തെ സാധനമൊന്നും അതിനകത്ത് കയറത്തുമില്ല. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് സ്പാൻഡർ വാങ്ങിക്കുന്ന കടയെല്ലാം അടയ്ക്കുകയും ചെയ്തു. വേറെ ഓപ്ഷൻസ് ഇല്ലാത്ത കാരണം വണ്ടി എന്തായാലും വേറെ സ്റ്റാർട്ടിങ്ങിന് പ്രോബ്ലം ഒന്നുമില്ലെന്ന് മനസ്സിലായി. ബാറ്ററി മാറണം, അല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യണം. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. എന്തായാലും ഞാൻ ഈ ഒരു കണ്ടീഷനിൽ തന്നെ നമ്മൾ വണ്ടി ലിസ്റ്റ് ചെയ്യാൻ പോകണം. ഇത് ലിസ്റ്റ് ചെയ്തിട്ട് നോക്കാം. വാങ്ങിക്കാൻ വരുന്നവരുടെ കാര്യം പറയാം. ഓയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല, പിന്നെ ബാറ്ററി മാറേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സെയിലാക്കാൻ പറ്റുവാണെങ്കിൽ സെയിലാക്കാം. സെയിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സാധനം ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സെയിലാക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് സെയിലായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്ത സാധനം ഇതേ ഗാരേജിലേക്ക് വരുന്നതായിരിക്കും. സ്റ്റാർട്ട് ആവുന്നുണ്ട്. ബാറ്ററി കംപ്ലൈൻ്റ് ആയിരുന്നു. എൻ്റെ ബാറ്ററി മാറിയിട്ട് നമ്മൾ പുതിയ ബാറ്ററി വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാറ്ററി ഇത് രണ്ടും ഏകദേശം സെയിം സാധനം തന്നെയാണ്.
ഇപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ വേണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്, പക്ഷേ എപ്പോഴും ജമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ബാറ്ററി ചാർജ് ആവുന്നില്ല. നമ്മൾ കുറേ നേരം 48 മണിക്കൂറോളം ഇത് വെച്ചിട്ട് ചാർജാക്കി കുത്തിയിട്ട് നോക്കി, പക്ഷേ ഒരു ഗുണവുമില്ല. അപ്പോൾ ഇനി എന്തായാലും പുതിയ ബാറ്ററി വന്നു, പുതിയ ബാറ്ററി വെച്ചിട്ട് നമുക്കത് ഒരു റൈഡ് പോകും.